വഴിയിൽ ഒരു തണ്ണീർ പന്തൽ കെട്ടിയുണ്ടാക്കി വഴിപോക്കരായ ജനങ്ങൾക്ക് ദാഹജലം നൽകി തുടങ്ങി. അങ്ങനെ അനേകായിരം പേർക്ക് ദാഹശമനം നടത്തിയ ബ്രാഹ്മണ ശ്രേഷ്ഠൻ മരണാനന്തരം വൈകുണ്ഠത്തിലെത്തി. അങ്ങനെ സുകൃതം നിറഞ്ഞ 7 ജന്മങ്ങൾ കൂടി ആ ബ്രാഹ്മണ ശ്രേഷ്ഠന് ഭഗവാൻ നൽകും. 7 ജന്മങ്ങളിലും അദ്ദേഹം ഇതേ പ്രവൃത്തി തന്നെ ആവർത്തിച്ചു. അങ്ങനെ 7 ജന്മങ്ങളിലും പാപസ്പർശമേൽക്കാത്തതിനാൽ വിഷ്ണു ഭഗവാനിൽ ലയിക്കാനുള്ള സമയം അടുത്തപ്പോൾ ഭക്തവത്സലനായ ഭഗവാൻ ശ്രീഹരി ഒരു ബ്രാഹ്മണ വേഷത്തിൽ ദാഹജലം യാചിച്ചുകൊണ്ട് ആ സാധുവിൻ്റെ മുന്നിലെത്തി. പതിവ് പോലെ വളരെ ബഹുമാനത്തോടുകൂടി സ്വന്തം കൈകൊണ്ട് ജലം പകർന്നു നൽകിയതും ഉടനെ ശംഖചക്ര ഗദാധാരിയായ ഭഗവാൻ പ്രത്യക്ഷ ദർശനം നൽകി ആ സാധുവിന്.